മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം പാണക്കാട് ആരംഭിച്ചു. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. വിവാദം ഒഴിവാക്കാൻ ചായ സൽക്കാരം എന്ന പേരിലാണ് മന്ത്രിമാരെ വിളിപ്പിച്ചിരിക്കുന്നത്. രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു വിവരങ്ങളുമായി. രാജേഷ്, ഏതായാലും മന്ത്രിമാരുടെ യോഗം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, അല്പസമയം മുമ്പാണ് നിർണായക യോഗം തുടങ്ങിയിട്ടുള്ളത്. ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് പാണക്കാട് യോഗം ചേരുന്നത്. വിവാദങ്ങൾ ഇല്ലാതാക്കാൻ ഇത് ഒരു ചായ സൽക്കാരം മാത്രമാണെന്നാണ്, അല്ലെങ്കിൽ ചായ സൽക്കാരത്തിനാണ് വിളിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ലീഗ് നൽകുന്ന വിശദീകരണം. ഈ ഇന്നത്തെ നിർണായക യോഗത്തിൽ ഈ മന്ത്രിമാരുടെ സ്റ്റാഫ് നിയമനവും മന്ത്രിമാരുടെ പ്രവർത്തനവും PMC വിഷയത്തിൽ ഈ മുസ്ലിം ലീഗ് സ്വീകരിക്കേണ്ട നിലപാടും ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ചയാകും എന്നതാണ്. പാർട്ടിയിൽ നിന്ന് ഈ മുസ്ലിം ലീഗ് മന്ത്രിമാർ അകലുന്നു എന്ന ആക്ഷേപം പോഷക സംഘടനകൾ, മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകൾ MSF ആയാലും യൂത്ത് ലീഗ് ആയാലും മറ്റെല്ലാം ആരോപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രിമാരുടെ സ്റ്റാഫ് നിയമനത്തെ ചൊല്ലി ഘടകകക്ഷികൾ അല്ലെങ്കിൽ പോഷക സംഘടനകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നൊരു നിർണായക യോഗം പാണക്കാട് ഹൗസിൽ ചേരുന്നത്. പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം അല്പസമയം മുമ്പാണ് ഈ യോഗത്തിന് എത്തിയത് എന്നതാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേരുന്നത്. ഈ കോൺഗ്രസ് MLA-മാർ നൽകുന്ന പരിഗണന പോലും സാധാരണ പ്രവർത്തകർക്ക് ഈ ലീഗ് MLA-മാർ നൽകുന്നില്ല എന്ന ആരോപണവും ഈ പോഷക സംഘടനകൾ, MSF അടക്കമുള്ള പോഷക സംഘടനകൾ ആരോപിക്കുന്നൊരു സാഹചര്യമുണ്ട്. പാർട്ടി പരിപാടികളിലേക്ക് ക്ഷണിക്കുമ്പോൾ ചില മന്ത്രിമാർ വിമുഖത കാണിക്കുന്ന സാഹചര്യവും പാർട്ടിക്ക് അതീതമായി മന്ത്രിമാർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നൊരു നിർണായക യോഗം സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ചേരുന്നത്. അല്പസമയം മുമ്പാണ് ഈ യോഗം തുടങ്ങിയിട്ടുള്ളത്. ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ മന്ത്രിമാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു എന്ന വിമർശനം MSF അടക്കമുള്ള പോഷക സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. പാർട്ടിയുടെ അച്ചടക്കത്തെ വെല്ലുവിളിക്കുകയാണ് ഈ മുസ്ലിം ലീഗ് മന്ത്രിമാർ ചെയ്യുന്നത് എന്നതായിരുന്നു പോഷക സംഘടനകൾ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിമാർ സ്വന്തം താല്പര്യപ്രകാരം തങ്ങളുടെ ആളുകളെ നിയമിച്ചു എന്നാണ് ഈ പോഷക സംഘടനകൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ ഉള്ളിലെ ആഭ്യന്തര തർക്കം പരിഹരിക്കുക എന്നത് തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട. അതോടൊപ്പം തന്നെ PMC വിഷയത്തിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കേണ്ട നിലപാടും ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ശരി, എന്തായാലും മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം പാണക്കാട് ആരംഭിച്ചിട്ടുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. വിവാദമടക്കം ഒഴിവാക്കാൻ ചായ സൽക്കാരം എന്ന പേരിലാണ് മന്ത്രിമാരെ ഏതായാലും വിളിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും യോഗം ആരംഭിച്ചിട്ടുണ്ട്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.